ഇത് നിഞ്ച എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പോർട്ടബിൾ ബ്ലെൻഡറാണ്. നിഞ്ച ബ്ലാസ്റ്റ് മാക്സ് എന്നാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്. അപ്പോൾ നിഞ്ച ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പഴയൊരു മോഡൽ ഉണ്ടായിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടെ പവർഫുള്ളും കുറച്ചും കൂടെ ഫങ്ഷനൊക്കെ കൂട്ടിയിട്ടാണ് ഈ ഒരു ബ്ലെൻഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്കിത് ചാർജ് ചെയ്തിട്ട് ബ്ലെൻഡറോ അല്ലെങ്കിൽ നമുക്ക് സ്മൂത്തീസോ അല്ലെങ്കിൽ ജ്യൂസ്, ഐസ് ക്രഷർ എല്ലാം നമുക്ക് ഇതിൽ വെച്ച് ഉണ്ടാകാവുന്നതാണ്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒട്ടും സമയങ്ങൾ തന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് ഈ നിഞ്ച ബ്ലാസ്റ്റ് മാക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് നിഞ്ച പവർഫുൾ ബ്ലാസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ടേൺസ് ഐസ് ടു സ്നോ. നമുക്കത് ഇട്ട് നോക്കാം. നമുക്ക് ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇട്ട് നോക്കാം. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോയിൽ കണ്ടായിരുന്നു ഫുൾ ഐസ് ഇട്ടിട്ട് നമ്മൾ ഫുള്ള് ക്രഷർ ചെയ്ത് തരുന്നത്. പിന്നെ ഇതിൻ്റെ ഫുള്ള് വലിപ്പം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം പഴയതിനേക്കാളും അതായത് നിഞ്ച ബ്ലാസ്റ്റിനേക്കാളും കുറച്ചും കൂടെ ബ്ലാസ്റ്റ് മാക്സിലേക്ക് വരുമ്പോൾ 520 ml നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഇത് കണ്ട ഈ ഓട്ടോ IQ, അതായത് നമ്മൾ നിഞ്ചയുടെ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മൾ ഈ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റാർട്ടും സ്റ്റോപ്പും ഒക്കെ ആയിട്ട് ഒരു ഇൻ്റർവെല്ലിൽ അത് ശരിക്കും അതിനിങ്ങനെ ബ്ലെൻഡ് ചെയ്യും. അതിന് ഓട്ടോ IQ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ റീചാർജബിൾ മോട്ടോർ ബേസ് ഈ ഒരു സംഭവം. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ സെയിം തന്നെ നിഞ്ച ബ്ലാസ്റ്റ് മാക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, ഓട്ടോ IQ. പിന്നെ ഐസ് ക്രഷിംഗ് പവർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രയും ചെറിയൊരു സംഭവത്തിൽ ഐസൊക്കെ ക്രഷ് ചെയ്തോ നമുക്കറിയില്ല, നോക്കാം. ലോങ് ലാസ്റ്റിംഗ് റൺ ടൈം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വണ്ടിയിലൊക്കെ വെച്ച് കൊണ്ടുപോകാം. ചാർജർ മാത്രം എനിക്ക് ഒരു C പോർട്ടായിട്ട് തോന്നില്ല. നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യാം. സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രൊഡക്റ്റൊക്കെ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഫുൾ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഫുള്ള് കാറ്റലോഗും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ നിഞ്ച ബ്ലാസ്റ്റ് മാക്സ് വന്നിരിക്കുന്നത് കേട്ടോ. ബിഫോർ യുവർ ഫസ്റ്റ് യൂസ് ചാർജ് ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളത്, നിഞ്ച ബ്ലാസ്റ്റിൽ ഇത് C പോർട്ടായിരുന്നു. ഇതിലൊരു C പോർട്ടല്ല. ഇതിൻ്റെ ഒരു ഇവരുടെ മാത്രമായിട്ടുള്ള ഒരു DC ചാർജറാണ്. അത് മാത്രം എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇത് ഇവിടെയാണ് ഇതിൻ്റെ മൊഡിയുടെ വന്നേക്കുന്നത്. ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ ഇതിൽ ഇവിടെ ഓറഞ്ച് കളറാണ് വന്നേക്കുന്നത്. ഇത് ഗ്രീൻ കളറായി മാത്രമാണ് ഇത് ഫുള്ളി ചാർജ് ആയെന്നുള്ളത് അറിയുന്നത്. നല്ല പവർഫുള്ളാണ്. നമുക്കിപ്പോൾ ഇത് ഫുള്ള് ഗ്രീനായിട്ട് നമുക്ക് ഫുള്ള് അടിച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പോർട്ടബിൾ ബ്ലെൻഡിങ് മെഷീൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഐസ് ഇട്ടിട്ട് നമ്മളൊരു സ്മൂത്തി ഉണ്ടാക്കാൻ പോകുക. അതിൻ്റെ മാക്സിമം നമ്മൾ ഫില്ല് ചെയ്യും. അല്ലെങ്കിൽ ഇതിൻ്റെ പവർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നിഞ്ചയുടെ ചെറിയൊരു പോർട്ടബിൾ ബ്ലെൻഡിങ് മെഷീനാണ് നിഞ്ച ബ്ലാസ്റ്റ് മാക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല പവർഫുള്ളാണ് ചെറുതാണെങ്കിലും. നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ ഒരു പിക്നിക്കിനും എല്ലാത്തിനും കൊണ്ടുപോകാൻ പറ്റിയൊരു കിടിലൻ ബ്ലെൻഡർ തന്നെയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണും. എല്ലാവർക്കും ഗുഡ് ബൈ.